Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ടോപ്പിക്സാണ്. മെഷർമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളതിൻ്റെ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈപ്പുകളാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. മറ്റുള്ള അനാലിസിസ്, അത് എങ്ങനെയാണ്, എന്തൊക്കെ ടോർക്കുകളാണ് വരുന്നത് മുതലായ കൺസെപ്റ്റ്സൊക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് എങ്ങനെ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റുള്ള കൺസെപ്റ്റുകളാണ്. സോ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈപ്പുകളിൽ നമുക്ക് മെഷർമെൻറ്റ്, ഏത് ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് കറണ്ടും വോൾട്ടേജാണ് മെഷർ ചെയ്യേണ്ടത്, അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പവർ മെഷർ ചെയ്യാൻ ഏത് ഇൻസ്ട്രുമെൻറ്റുകൾ, അതുപോലെ തന്നെ എനർജി മെഷർ ചെയ്യാൻ ഏത് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഫസ്റ്റ് അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്, ദാറ്റ് മീൻസ് കറണ്ട് ആൻഡ് വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ലെവലിലാണ്. ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് മൂവിങ് അയേൺ ടൈപ്പാണ്. ഓക്കെ, മൂവിങ് അയേൺ ടൈപ്പാണ്. ഈ മൂവിങ് അയേൺ ടൈപ്പിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ദേ ആർ ദ അട്രാക്ഷൻ ടൈപ്പും അതുപോലെ തന്നെ റിപ്പൾഷൻ ടൈപ്പും. ഓക്കെ, അട്രാക്ഷൻ ടൈപ്പും സിമിലർലി ആരുമുണ്ട്, റിപ്പൾഷൻ ടൈപ്പും ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദ മൂവിങ് കോയിൽ ടൈപ്പ്. ഓക്കെ, മൂവിങ് കോയിൽ ടൈപ്പാണ് രണ്ടാമത്തത്. ഈ മൂവിങ് കോയിൽ ടൈപ്പിലും ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്നാമത്തതാണ് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ്. ഓക്കെ, പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് നമ്മൾ ജനറലി PMMC എന്നുള്ള ലെവലിലൊക്കെ നമ്മളതിനെ വിളിക്കാറുണ്ട്. ദെൻ സെക്കൻഡ്ലി ഇലക്ട്രോ ഡൈനാമിക് ഓർ ഡൈനാമോമീറ്റർ ടൈപ്പ്. ഓക്കെ, ഡൈനാമിക് ഓർ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ്. ക്ലിയർ? ദെൻ മൂന്നാമത്തത് നമ്മുടെ ഹോട്ട് വയർ ടൈപ്പ്. ഓക്കെ, ഹോട്ട് വയർ എന്നുള്ള ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട, ജനറലി അതിന് വേറൊരു പേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇലക്ട്രോ തെർമിക് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ലെവലിൽ വിളിക്കാം. ഓക്കെ, ഇലക്ട്രോ തെർമിക് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ഇലക്ട്രോ തെർമിക് ഇൻസ്ട്രുമെൻറ്റ്സിലെ രണ്ട് ടൈപ്പിൽ ഒരെണ്ണമായിട്ട് നമുക്ക് ആരെ അനലൈസ് ചെയ്യാം, ഹോട്ട് വയറിനെ അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ തെർമോകപ്പിൾ. ഓക്കെ, ഹോട്ട് വയറും തെർമോകപ്പിളും നമുക്ക് ഈ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അടുത്തത് ഇൻഡക്ഷൻ ടൈപ്പാണ്. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമുക്ക് ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, സ്പ്ലിറ്റ് ഫേസ് ടൈപ്പും. നമ്മുടെ സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് ഒരു ഇതാണ്. രണ്ടാമത്തത് ഷെയ്ഡഡ് പോൾ ടൈപ്പാണ്. ഓക്കെ, സ്പ്ലിറ്റ് ഫേസും അതുപോലെ തന്നെ ഷെയ്ഡഡ് പോൾ ടൈപ്പുമാണ്. ദെൻ ലാസ്റ്റ് വൺ ഇലക്ട്രോ സ്റ്റാറ്റിക് ടൈപ്പ്. ഓക്കെ, ഇലക്ട്രോ സ്റ്റാറ്റിക് ടൈപ്പാണ് അടുത്തൊരു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കറണ്ടും വോൾട്ടേജ് മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കുക, എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏതൊക്കെ വിഭാഗത്തിൽ യൂസ് ചെയ്യും, ഏതൊക്കെ സപ്ലൈകളിൽ യൂസ് ചെയ്യും ചോദിക്കാറുണ്ട്. അത് MI ടൈപ്പ്, മൂവിങ് അയൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ AC-യിലും യൂസ് ചെയ്യും, അതുപോലെ തന്നെ DC-യിലും യൂസ് ചെയ്യും. ദെൻ മൂവിങ് കോയിൽ ടൈപ്പ് രണ്ട് തരമുണ്ട് അല്ലേ, പെർമനൻറ്റ് മാഗ്നറ്റും ഡൈനാമീറ്റർ ടൈപ്പുണ്ട്. അതിൽ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് DC-യിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC. അപ്പോൾ ഡൈനാമോമീറ്റർ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതിന് ഇലക്ട്രോ തെർമിക് ഇൻസ്ട്രുമെൻറ്റ്, തെർമിക് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഹോട്ട് വയർ തെർമോകപ്പിൾ രണ്ടായാലും ദേ ആർ യൂസ്ഡ്
ഫോർ ബോത്ത് AC ആൻഡ് DC. ഞാൻ ഇൻഡക്ഷൻ ടൈപ്പാണ് അടുത്തത്. ഇൻഡക്ഷൻ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിൽ മാത്രമേ ഉള്ളൂ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ AC ഓൺലി. ഓക്കെ, AC ഓൺലിയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി വരാം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ അമ്മീറ്റർ വോൾട്ട് മീറ്റർ അതിൽ കറണ്ട് വോൾട്ടേജ് മെഷർ ചെയ്യാം എന്ന് പറയുന്ന പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വോൾട്ടേജ് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോൾട്ട് മീറ്റേഴ്സ് ഓൺലി. വോൾട്ട് മീറ്റേഴ്സ് ഓൺലി മാത്രമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്കും നമുക്ക് എന്ത് ചെയ്യാം? AC-യിലും അതുപോലെ DC-യിലും യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാതെ പോവാം. അടുത്തത് വാട്ട് മീറ്റർ ആണ്. വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്റർ മെഷർമെൻറ്റ്, അതായത് പവർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഡൈനാമോമീറ്റർ ടൈപ്പ്, അവിടെയും വരുന്നുണ്ട്. ഡൈനാമോമീറ്റർ ടൈപ്പ്, അതുപോലെ അവിടെയും ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ ടൈപ്പ് വരും. ഡൈനാമോമീറ്റർ ടൈപ്പ്, ദെൻ ഇൻഡക്ഷൻ ടൈപ്പ്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ്. അതിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് AC ആൻഡ് DC. AC-യിലും DC-യിലും ഉപയോഗിക്കാം. ഇൻഡക്ഷൻ ടൈപ്പ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ AC ഓൺലി. ഓക്കെ, അവരെ AC-യിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ആണെങ്കിൽ അവരെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ DC ഓൺലി. ക്ലിയർ? നെക്സ്റ്റ് എനർജി മീറ്റേഴ്സ് ആണ്. എനർജി മീറ്റേഴ്സ്, ഇതിൽ എനർജി മീറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഇലക്ട്രോലിറ്റിക് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രോലിറ്റിക് ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് DC-യിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മോട്ടോർ മീറ്ററുകളാണ്. ഓക്കെ, മോട്ടോർ മീറ്ററിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാമത് മെർക്കുറി മോട്ടോർ മീറ്ററുകളാണ്. മെർക്കുറി മോട്ടോർ മീറ്റർ ഇത് നമുക്ക് DC-യിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെ തന്നെ നമുക്ക് ആംബിയർ ഹവർ മീറ്റർ, അതായത് AH മീറ്റർ അല്ലെങ്കിൽ ആംബിയർ ഹവർ മീറ്ററിനോ അല്ലെങ്കിൽ WH മീറ്റർ, അതായത് വാട്ട് അവർ മീറ്റർ ആയിട്ടോ ഉപയോഗിക്കാം. ക്ലിയർ? ദെൻ സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റർ മോട്ടോർ മീറ്റർ ആണ്. കമ്മ്യൂട്ടേറ്റർ മോട്ടോർ മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് DC ആൻഡ് AC. DC-യിലും AC-യിലും നമുക്ക് ഉപയോഗിക്കുക. ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ ആംബിയർ അവർ മീറ്റർ ഓർ വാട്ട് അവർ മീറ്റർ. ഓക്കെ, ആംബിയർ അവർ മീറ്റർ വാട്ട് അവർ മീറ്ററിലേക്ക് ഉപയോഗിക്കാം. എനർജി മീറ്ററിലെ മൂന്നാമത്തെ ടൈപ്പാണ് ക്ലോക്ക് മീറ്റേഴ്സ്. ആൻഡ് ദിസ് ക്ലോക്ക് മീറ്റേഴ്സ് ഈസ് യൂസ്ഡ് ആസ് വാട്ട് അവർ മീറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ടൈപ്പുകളാണ്. നിങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള ലെവൽ ഓഫ് അനാലിസിസ് മാത്രം മതിയാവും. അത് ഒന്ന് നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇത് ചോദിക്കാറുണ്ട്, AC-യിലാണോ DC-യിലാണോ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനാലിസിസ് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ക്ലിയർ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ടൈപ്പുകളാണ് നമുക്ക് നോക്കാനുള്ളത്. മെയിൻലി ഈ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്ച്വലി 2 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഈ മൂവിങ് അയണും മൂവിങ് കോയിലും തന്നെയാണ്. അതായത് മൂവിങ് കോയിലിൽ വരുന്നതാണ് ഈ പറയുന്ന PMMC-യും ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പും. മൂവിങ് അയണിൽ വരുന്നതാണ് ഈ അട്രാക്ഷൻ ടൈപ്പും അതുപോലെ തന്നെ റിപ്പൾഷൻ ടൈപ്പും. ഓക്കെ, സോ അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പിനാണ്. ഓക്കെ, അതായത് മൂവിങ് കോയിലിൽ തന്നെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. ഓക്കെ, പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ്. അപ്പോൾ ആ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രൈമോസ്റ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ PMMC ആണ്. ഓക്കെ, PMMC-യുടെ പേരാണ് ഈ പറയുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ. പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ PMMC-യെ ആണ് അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, സോ ദ അനാലിസിസ് ഈസ് ഓഫ്
പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ. ഓക്കെ, അതിനാണ് നമ്മൾ PMMC എന്ന് വിളിക്കുന്നത്. ഈ PMMC പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ അല്ലെങ്കിൽ ഇതിനൊരു DR സ്നോവൽ ഇൻസ്ട്രുമെൻറ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, DR സ്നോവൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, കാരണം ആ DR സ്നോവൽ പ്രിൻസിപ്പിളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരത്തിലുള്ളൊരു പേരും ഇതിനുണ്ട്. അപ്പോൾ ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പെർമനൻറ്റ് മാഗ്നറ്റ് DC മോട്ടോർ വർക്ക് ചെയ്യുന്ന അതേ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ റൊട്ടേഷൻ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഇതിൻ്റെ ഈ പെർമനൻറ്റ് മാഗ്നറ്റുകളുടെ പ്രിൻസിപ്പിൾ എന്ന് നിങ്ങളോട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എക്സാക്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് പ്രിൻസിപ്പിളാണ് കേട്ടോ. ലോറൻസ് പ്രിൻസിപ്പിൾ നല്ല എക്സാക്ട്ലി ലോറൻസ് ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെനെവർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സിബിറ്റ് ചെയ്യുമല്ലോ. ആ മെക്കാനിക്കൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സിനെ ലോറൻസ് ഫോഴ്സ് എന്നോ ആ പ്രിൻസിപ്പലിനെ നമുക്ക് ലോറൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള ലെവലിൽ വിളിക്കാം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാവുന്നു. ഓക്കെ, ആ മെക്കാനിക്കൽ ഫോഴ്സ് എന്നല്ല നമ്മളവിടെ പറയുക. ഇവിടെ ഫോഴ്സും അതിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വരുമ്പോൾ അതെന്തായിട്ട് മാറും, ഒരു ടോർക്കായിട്ട് മാറും അല്ലേ. ജനറലി ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അതിന് ടോർക്കായിട്ട് മാറും. ക്ലിയർ. അപ്പോൾ ആ ഫോഴ്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈക്വൽ ടു, അതായത് അവിടെ ഒരു ഫോഴ്സ് ഒരു കോയിലിൻ്റെ സൈഡിൽ 2 ഫോഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കോയിലാണ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അവിടെ കോയിലിൻ്റെ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു NBI ഇൻറ്റു L. NBI ഇൻറ്റു L, അതായത് N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ദെൻ B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓട്ടോമാറ്റിക്കലി ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാന്ന് പറയുമ്പോൾ അവിടെ കറണ്ടിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നുണ്ടാവും. ദെൻ ആ കോയിലിൻ്റെ ലെങ്ത്ത്, ഓക്കെ, ഒരു സൈഡിലുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, L കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇൻറ്റു ഡിസ്റ്റൻസ് ഉണ്ട്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് ഓഫ് ദ കോയിലായിരിക്കും. സോ ഇൻറ്റു B. അപ്പോൾ ഈ Lഉം Bയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഏരിയ. ഏരിയയാണ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ ഇക്വേഷൻ മാറും, ഫോഴ്സ് മാറി എന്താവും, ടോർക്ക് ആവും. ആൻഡ് ദാറ്റ് ടോർക്കിൻ്റെ ഫോർമുല ഈസ് NBI ഇൻറ്റു A. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് NBIA എന്നുള്ള സംഭവം കിട്ടുന്നത്. ക്ലിയർ. ഈ ടോർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതെന്ത് ടോർക്കായിരിക്കും, അതൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കായിരിക്കും. കാരണം ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൽ. കോയിലിൻ്റെ 2 സൈഡിലെയും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ആ ടോർക്കാണ് ഈ പറയുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു NBI ഇൻറ്റു A. ഓക്കെ, ഇനി നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് വരാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫിഗർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞ കോയിലുകൾ. നോർത്ത് കോയിലും അതുപോലെ തന്നെ സൗത്ത് കോയിലും ഉണ്ട്. അപ്പോൾ 2 സൈഡിലുള്ള നമ്മൾ 2 സൈഡും എന്താണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ല. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റിൽ മെയിൻലി ഉള്ളത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഹാവിങ് എ റെക്റ്റാങ്കുലർ കോയിലാണ്. കണ്ടില്ലേ, ഇത് കോയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്. കോയിൽ കണ്ടില്ലേ, മൂവിങ് കോയിൽ. ആ കോയിൽ എന്താണ്, റെക്റ്റാങ്കുലർ കോയിലാണ്. ആ റെക്റ്റാങ്കുലർ കോയിലിൽ കുറേ ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, കുറേ ടേൺസ് അവിടെ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ ടേൺസ് വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ലൈറ്റ് അലുമിനിയം ഓർ കോപ്പറിലാണ്. ഓക്കെ, ലൈറ്റ് അലുമിനിയം ഓർ കോപ്പറിലാണ് അത് വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഈ പറയുന്ന പോലെ ഒരു അയൺ കോർ ഉണ്ടാവും. ഇതാണ് കോർ, കണ്ടില്ലേ,
ഇതാണ് കോറ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കോയിലുകൾ കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു അലുമിനിയം അല്ലെങ്കിൽ ഒരു കോപ്പർ ഫോർമർ. ഇതാ ഫോർമർ കണ്ടില്ലേ, ഫോർമർ എന്ന് പറഞ്ഞാൽ ഒരു അലുമിനിയം ഓർ കോപ്പർ ഫോർമറിൻ്റെ അകത്ത് ഒരു കോർ എന്ത് ചെയ്യുന്നു, വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇനി കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടി ഇതും കൂടി അലുമിനിയം ഫോർമർ കണ്ടില്ലേ, അലുമിനിയം ഫോർമറിൻ്റെ അകത്താണ് അലുമിനിയം ഫോർമർ ഇതിൻ്റെ അകത്താണ് ഈ സോഫ്റ്റ് അയൺ കോർ നമ്മളവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പെർമനൻ്റ് മാഗ്നറ്റ് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു അൽനിക്കോ മെറ്റീരിയൽ കൊണ്ടാണ്. ഓക്കെ, പെർമനൻ്റ് മാഗ്നറ്റ് ഏത് ഷേപ്പാന്ന് വെച്ചാൽ അൽനിക്കോ ആണ്. ഓക്കെ, അൽനിക്കോ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാഗ്നറ്റിക് പോളുകളൊക്കെ ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടറിൽ നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ കുറച്ച് ഫിഗറിക്കൽ റെപ്രസെൻറ്റേഷനുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പോയിൻറ്റ്സ് അങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ പറയാം. അപ്പോൾ ജനറലി ഞാൻ പറഞ്ഞു നമ്മളവിടെ പെർമനൻ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലുകളൊക്കെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കാം. കാരണം അത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് ചെറിയ പരീക്ഷകൾക്ക് അത് ചോദ്യമായിട്ട് വരാം. പെർമനൻ്റ് മാഗ്നറ്റ് ഈസ് മെയ്ഡ് ഓഫ് അൽനിക്കോ ആണ്. ദെൻ ഒരു റെക്റ്റാങ്കുലർ കോയിൽ, ആ കോയിലും അതുപോലെ തന്നെ ഫോർമറും ഏത് മെറ്റീരിയലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ അല്ലെങ്കിൽ എന്താണ് അലുമിനിയമാണ്. ഓക്കെ, പിന്നെ ഒരു സോഫ്റ്റ് അയൺ എൻഡ് പോളുകളിൽ ഈ പെർമനൻ്റ് മാഗ്നറ്റ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആ പോളുകളുടെ ഇടയിൽ ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻ ചോദിക്കാറുണ്ട്. ബിറ്റ്വീൻ ദ പോൾസ് ഈസ് ഫിക്സഡ് ആണ്. A soft iron cylinder is placed. അതിൻ്റെ ഫങ്ഷനുകൾ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിനെ റേഡിയലും അതുപോലെ തന്നെ യൂണിഫോം ആക്കാനുമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ടു മേക്ക് ദ ഫീൽഡ് റേഡിയൽ ആൻഡ് യൂണിഫോം. ദെൻ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ടു ഡിക്രീസ് ദ റിലക്റ്റൻസ് ഓഫ് ദ എയർ പാത്ത്. ഓക്കെ, നിങ്ങളുടെ പോൾസിൻ്റെ ഇടയിലുള്ള റിലക്റ്റൻസ് കുറയ്ക്കുക. റിലക്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, റിലക്റ്റൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ കോറിനെ സറൗണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഒരു ലൈറ്റ് അലുമിനിയം ഫ്രെയിം നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമിൻ്റെ അവിടെ നിന്നാണ് ഈ പറയുന്ന പോയിൻ്ററും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഫ്രെയിമിൻ്റെ ഇവിടെ നിന്നല്ലേ നമ്മൾ പോയിൻ്ററും ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഫോർമറിൻ്റെ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ പോയിൻ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണക്ട് ചെയ്യുന്നത്. ഇതാ ഇങ്ങോട്ടേക്ക് പോയിൻ്റർ, സ്കെയിൽ, കാറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പോയിൻ്ററിനെ അറ്റാച്ച് ചെയ്യാനും, പോയിൻ്റർ അതുപോലെ തന്നെ ബിയറിങ്സ്, ഇതാ ജ്വൽഡ് ബിയറിങ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഈ ജ്വൽഡ് ബിയറിങ്സിന് സ്പ്രിങ്ങിൻ്റെ ഒക്കെ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അലുമിനിയം ഫ്രെയിം വെക്കുന്നത്. പിന്നെ ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഇതാ കണ്ടില്ലേ, അലുമിനിയം ഫ്രെയിം. അപ്പോൾ ഈ അലുമിനിയം ഫ്രെയിമിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സപ്പോർട്ട്, ഒരു കോയിലിനൊരു സപ്പോർട്ടായിട്ട് വെക്കും. അതുപോലെ തന്നെ ഈ അലുമിനിയം ഫ്രെയിമാണ് നമ്മുടെ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ അലുമിനിയം ഫ്രെയിമാണ് ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ അലുമിനിയം ഫ്രെയിം പ്രൊവൈഡ് ചെയ്യുന്ന ഡാമ്പിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ എഡ്ഡി കറണ്ടുകളെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡാമ്പിങ് എന്ന് പറയുന്നത് എന്താണ്, എഡ്ഡി കറണ്ട് ഡാമ്പിങ് ആണ്. ക്ലിയർ? അപ്പോൾ അതും ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യാം, വരാം. പിന്നെ ഇവിടുത്തെ ഈ കോയിലിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സ്പ്രിങ്ങുകൾ
കൺട്രോൾ സ്പ്രിങ്ങുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹെയർ സ്പ്രിങ്ങുകൾ, ഇവിടുത്തെ ഈ ഹെയർ സ്പ്രിങ്ങുകൾ ഏത് മെറ്റീരിയലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഹെയർ സ്പ്രിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫർ ബ്രോൺസ് കൊണ്ടാണ്. ഓക്കെ, ഹെയർ സ്പ്രിങ്സ് ആർ മെയ്ഡ് ഓഫ് ഫോസ്ഫർ ബ്രോൺസ്. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കോയിലിൻ്റെ അകത്തേക്കും പുറത്തേക്കും കറണ്ടിനെ ലീഡ് ചെയ്യാനാണ് നമ്മൾ ആ ഫോസ്ഫർ ബ്രോൺസ് കൊണ്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്പ്രിങ് ഇവിടെ കണ്ടു, ഒരു അപ്പർ സ്പ്രിങ്ങും അതുപോലെ തന്നെ ലോവർ സ്പ്രിങ്, ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇതും അതുപോലെ തന്നെ ഇത് സ്പൈരലി അറേഞ്ച്ഡാണ്, കണ്ടില്ലേ, ഇത് സ്പൈരൽ പോലെ അറേഞ്ച്ഡാണ്. അപ്പോൾ അത് രണ്ടും അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ചുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സ്പ്രിങ്ങുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് ടു ന്യൂട്രലൈസ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ്, ടെമ്പറേച്ചർ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാം. വേറെ അതിൽ വലിയ കാര്യങ്ങളൊന്നും അതിൽ പഠിക്കാനായിട്ടില്ല. നമുക്ക് ഈ കൺസ്ട്രക്ഷൻ തന്നെയാണ് അവിടെ മെയിനായിട്ട് കാര്യമായിട്ട് നമ്മളവിടെ നോക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ പ്യുവറായിട്ടുള്ള ഇതിൻ്റെ സ്പെഷ്യാലിറ്റികളാണ്. ഓക്കെ, അതിൻ്റെ സ്പെഷ്യാലിറ്റികളാണ് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിലൊന്നാമത്തെ സ്പെഷ്യാലിറ്റി ഞാനിവിടെ ഈ ഇത് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് അവിടുത്തെ ഡാമ്പിങ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എഡി കറന്റ് ഡാമ്പിങ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് പഠിക്കാനുള്ളത് ഇവിടെ കറണ്ട് ക്യാരി ചെയ്യുന്നത് ആരാണ്? സ്പ്രിങ്ങുകളല്ലേ. ഞാൻ ആ പറഞ്ഞു 2 ഫോസ്ഫർ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹെയർ സ്പ്രിങ്സ് മുകളിലും താഴെയായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് കറണ്ട് അകത്തേക്കും കറണ്ട് പുറത്തേക്കും കൊടുക്കുന്ന ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കോയിൽ വരുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പോൾ സ്പ്രിങ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പ്രിങ് വിൽ ക്യാരി കറണ്ട്. ഓക്കെ, അങ്ങനെ ഫിഗർ വെച്ച് അനലൈസ് പഠിക്കാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്പ്രിങ് ക്യാരി ചെയ്യുന്നു കറണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്പ്രിങ് ആണ് കറണ്ട് ക്യാരി ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ വി ക്യാൻ അനലൈസ് വൺ മോർ തിങ് ദാറ്റ്, അതായത് നമ്മുടെ കൺട്രോളുകളിൽ നമ്മൾ 2 കൺട്രോളുകൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗ്രാവിറ്റി കൺട്രോളും കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 2 ഗ്രാവിറ്റി കൺട്രോൾ, സ്പ്രിങ് കൺട്രോളും. അപ്പോൾ ഗ്രാവിറ്റി ബാലൻസിങ് വെയിറ്റ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഗ്രാവിറ്റി കൺട്രോൾ എന്ന് വിളിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ സ്പ്രിങ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് കൺട്രോൾ ഈസ് ബൈ സ്പ്രിങ് കൺട്രോൾ. അപ്പോൾ സ്പ്രിങ് കൺട്രോൾ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ? TC. ആരാണ് TC? TC എന്ന് നിങ്ങൾ ഇനി മുതൽ കണ്ടാൽ മനസ്സിലാക്കുക. TC എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിങ് ടോർക്കാണ്. ഓക്കെ, കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്പ്രിങ്. അതുകൊണ്ടാണ് അതിനെ സ്പ്രിങ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ആ സ്പ്രിങ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ദാറ്റ് സ്പ്രിങ്സ് ആർ മെയ്ഡ് ഓഫ് ഫോസ്ഫോർ ബ്രോൺസ്. ഓക്കെ, ഫോസ്ഫോർ ബ്രോൺസ് കൊണ്ടാണ് ആ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അതുപോലത്തെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൺസെപ്റ്റ്, അതായത് ഇവിടെ ഏത് മാഗ്നറ്റിക് ഫീൽഡാണെന്ന് ചോദിക്കും. ആക്സിയൽ ആണോ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആണോ എന്നൊക്കെ ചോദിക്കും. തെറ്റിപ്പോകരുത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റേഡിയൽ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു ആഡപ്പ് പോയിൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൺസെപ്റ്റ് ഈസ് യൂസ്ഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ഹിയർ. ഓക്കെ, അപ്പം അതും നമുക്ക് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രെയിം എന്ന് പറയുന്നത് എന്ത് ഫ്രെയിമാണ്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് അലൂമിനിയം ഫ്രെയിം അല്ല, അലൂമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം ഫ്രെയിമിൻ്റെ കൂടെ നമ്മൾ ആരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? അലൂമിനിയം ഫ്രെയിം ഒന്ന് സപ്പോർട്ടിന് മാത്രമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കറൻസ്, ഡാമ്പിങ് കറണ്ടുകൾ ഇൻഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ദിസ് അലൂമിനിയം ഫ്രെയിം വിൽ ഇൻഡ്യൂസ് യുവർ ഡി കറൻസ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഡാമ്പിങ് ടോർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഡാമ്പിങ് എന്ന് പറയുന്നത് ഏതാണ്? എഡ്ഡി കറണ്ട് ഡാമ്പിങ് ആണ്. അതും നമ്മളൊരു ചോദ്യമായിട്ട് വരാം. ക്ലിയർ? ഇനി നമ്മൾ ബാക്ക് ടു അവർ നമ്മുടെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ
നമ്മുടെ ഡാമ്പിംഗ് ടോർക്കിൻ്റെ കാര്യം തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഓക്കെ, ഡാമ്പിംഗ് ടോർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്നുള്ള ലെവലിൽ പറയാം. ഡാമ്പിംഗ് ടോർക്ക് നമ്മുടെ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്, നമ്മുടെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഒക്കെ പറയാം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ആണ്. ഓക്കെ, അത് വേറെ കൺസെപ്റ്റാണ്, അത് രണ്ടും മിക്സ് ചെയ്ത് പോരുന്നത്. 3 കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കൺട്രോൾ? സ്പ്രിംഗ് കൺട്രോളാണ്. ഇവിടുത്തെ ഡാമ്പിംഗ് എന്ന് പറയുന്നത് എയർ ഫ്രിക്ഷൻ ആണോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണോ എഡ്ഡി കറന്റ് ആണോ? എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഇവിടുത്തെ ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ കാരണക്കാരൻ എന്താണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, when കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ കോയിൽ, കറണ്ട് ക്യാരിയിങ് കോയിൽ നമ്മളെവിടെ പാസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ മെക്കാനിക്കൽ ഫോഴ്സ് ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ യുവർ ലോറൻസ് പ്രിൻസിപ്പിൾ അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ സൈഡിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് B/I/L ആണ്. ഇഫ് യു ആർ കൺസിഡറിങ് n നമ്പർ ഓഫ് ടേൺസ്, നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി NBI/L. ക്ലിയർ അല്ലേ? NBI/L. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്? നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ടോർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു കോയിലാകുമ്പോൾ ഇത് ലെങ്ത് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? ബ്രെഡ്ത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? NBI/L/B. B എന്ന് പറയുന്ന ബ്രെഡ്ത്ത്, L/B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിന് ഏരിയ എന്നുള്ള ലെവലിൽ പറയാം. സോ ഇവിടുത്തെ ടോർക്ക് ഈസ് ഈക്വൽ ടു NBI/A. ക്ലിയർ? NBI/A. A എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ടോർക്കാണ്? ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു NBI/A എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മുതൽ അതിനെ എഴുതാം. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു NBI/A. അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്ക് അനലൈസ് ചെയ്യാം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് NBI/A ആണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേൺസ് സെയിം ആണ്, ഏരിയ സെയിം ആണ്, B സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അനാലിസിസിലേക്ക് എത്താം. അത് നിങ്ങളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു യുവർ കറണ്ട്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രപ്പോർഷനാണ്? കറണ്ടിന് പ്രപ്പോർഷനാണ്. അത് എത്രത്തോളം കറണ്ട് ആ കോയിലൂടെ പാസ് ചെയ്യുന്നോ അത്രയും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും. ക്ലിയർ? അതാണ് ഒന്നാമത്തെ അനാലിസിസ്. അതുപോലെ തന്നെ നമ്മളിവിടെ വേറെ പറഞ്ഞു, നമ്മളിവിടെ സ്പ്രിംഗ് കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ സ്പ്രിങ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ഡിഫ്ലക്ഷൻ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സ്പ്രിംഗ് കൺട്രോൾ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം സ്പ്രിംഗ് കൺട്രോൾ എന്ന് വെച്ചാൽ കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് എത്ര ഡിഫ്ലക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ആ ഡിഫ്ലക്ഷൻ നമ്മൾ ജനറലി തീറ്റ എന്നാണ് പറയുന്നത്. സോ നിങ്ങളെ TC ഈസ് പ്രപ്പോർഷണൽ ടു യുവർ തീറ്റ. ക്ലിയർ? വേർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ TD പ്രപ്പോർഷണൽ ടു Iയും അതുപോലെ തന്നെ TC പ്രപ്പോർഷണൽ ടു തീറ്റയാണ്. സോ ഫോർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിഫ്ലക്റ്റിംഗ് പൊസിഷനിൽ രണ്ട് ടോർക്കുകളും എന്താണ്? ഈക്വലാണ്. ദാറ്റ് മീൻസ് TDയും TCയും എന്താണ്? ഈക്വലാണ്. ഇപ്പോൾ TDയും TCയും ഈക്വലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് തീറ്റ ഈസ് പ്രപ്പോർഷണൽ ടു യുവർ കറണ്ട്. ക്ലിയർ? തീറ്റ എന്തിന് പ്രപ്പോർഷണലാണ്? കറണ്ടിന് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാം എന്താണ്? ഡിഫ്ലക്ഷൻ തീറ്റ എന്തിന് പ്രപ്പോർഷണലാണെന്ന് പറയാം. നമുക്ക് പറയാം നമ്മുടെ തീറ്റ പ്രപ്പോർഷണൽ ടു I എന്നുള്ള ലെവലിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സിമിലർലി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ ഈ കൺട്രോളിംഗ് ടോർക്ക് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് എഴുതണം കേട്ടോ. ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. കറക്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ TC ഈക്വൽ ടു TD എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ TC പ്രപ്പോർഷണൽ ടു തീറ്റ എന്നാണ് പറഞ്ഞത്. ഇനി അതിനെ നമുക്കൊന്ന് പ്രപ്പോർഷണാലിറ്റി മാറ്റി നമുക്കൊരു K എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിനെ KC എന്നുള്ള ലെവലിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ KC ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു NBI/A എന്ന് പറയാം. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? N/B/I/A ഡിവൈഡഡ് ബൈ KC എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ NBA/KC ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ തീറ്റ പ്രപ്പോർഷണൽ ടു I എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ തീറ്റ പ്രപ്പോർഷണൽ ടു I ആണെങ്കിൽ
നിങ്ങളുടെ PMMCയുടെ സ്കെയിൽ എന്ന് പറയുന്നത് സ്കെയിൽ വിൽ ബി എ ലീനിയർ സ്കെയിൽ, കാരണം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാനും പറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ലീനിയർ സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അതിന് യൂണിഫോം സ്കെയിൽ എന്ന് പറയാം. ആ സ്കെയിൽ എന്താണ്? യൂണിഫോം ആണ്. ഓക്കെ, സോ യൂണിഫോം സ്കെയിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡാമ്പിങ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് അല്ലേ. ഡാമ്പിങ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്, കാരണം മാഗ്നറ്റിക് ഫിനോമിനകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിങ് ആണ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? എഡ്ഡി കറണ്ടാണ് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മെറ്റൽ ഫ്രെയിമിൻ്റെ അക്രോസ് ആണ് നമ്മൾ കോയിലിനെ വൂണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കറൻസ് ആയിരിക്കും? എഡ്ഡി കറൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഡാമ്പിങ് എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട് ഡാമ്പിങ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടി അവിടെ നോട്ട് ചെയ്തുകൊണ്ട് വെക്കണം. പിന്നെ ഇനി നമ്മൾ അറിയേണ്ട മറ്റുള്ളൊരു പോയിന്റ്, നമ്മൾ മൂവിങ് കോയിലിൻ്റെ ഒരു പോയിന്റ് പഠിച്ചു. അത് അവരെവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ? DC ഓൺലി അല്ലേ. DCയിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താ വെച്ചാൽ, നമ്മുടെ തീറ്റ ഇങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി ഞാൻ എഴുതിയത് വെറുതെ അല്ല, കാരണം തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു A, തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു B ആൻഡ് തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു N. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രൊപ്പോർഷനാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ കൂടും, ഏരിയ കൂടിയാൽ കുറയും, കൂടിയാൽ കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ കൂടും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണെന്ന് വിചാരിക്കും. അത് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തീറ്റേനെ ഭയങ്കരമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. റീഡിങ് എന്താവും? കുറയും. കാരണം തീറ്റയാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റീഡിങ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും നോക്കുക. അതുപോലെ തന്നെ സ്പ്രിങ്ങിന് പതുക്കെ ഏജിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ അതൊന്ന് നോട്ട് ചെയ്യണേ. സ്പ്രിങ്ങിന് ഏജിങ് എഫക്റ്റ്, അതായത് സ്പ്രിങ് കുറേ കാലം കഴിഞ്ഞാൽ ഇത് സ്പ്രിങ് ഈസ് ഹാവിങ് ഏജിങ് എഫക്റ്റ് ഫോർ സ്പ്രിങ്ങിന് ഏജിങ് എഫക്റ്റ് ഉണ്ടായാൽ വാട്ട് വിൽ ഹാപ്പൻ? ദ റീഡിങ് വിൽ ബി മോർ. ക്ലിയർ? ഏജിങ് എഫക്റ്റ് കാരണം ദ റീഡിങ് വിൽ ബി മോർ. ഓക്കെ, ഏജിങ് എഫക്റ്റിൽ റീഡിങ് കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കവിടെ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ഇത്ര കുറേയേറെ പോയിൻറ്റുകളാണ്. എല്ലാം പോയിൻ്റ് സ്റ്റഡിയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് പോയിൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു പോകണം. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തൊരു പോയിന്റ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കണം. അപ്പോൾ അതിലാദ്യം നമ്മൾ അഡ്വാൻറ്റേജസ് നമുക്ക് നോട്ട് ചെയ്ത് കൊണ്ടുപോവാം. അഡ്വാൻറ്റേജസ്. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജസിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ലോ പവർ കൺസംഷനാണ്. ഓക്കെ, ലോ പവർ കൺസംഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ യൂണിഫോം സ്കെയിലാണ്. യെറ്റ് അനദർ അഡ്വാൻറ്റേജ്, യൂണിഫോം സ്കെയിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുതൽ നിങ്ങളിത് പല സ്ഥലത്തും കണ്ടുവരും. ദാറ്റ് ഈസ് ഹൈ ടോർക്ക് വെയിറ്റ് റേഷ്യോ. ഓക്കെ, ഹൈ ടോർക്ക് വെയിറ്റ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ടേം. പരീക്ഷാ പേപ്പറുകളിൽ ഈ ചോദ്യം കണ്ടുവരാറുണ്ട് നിരവധിയായിട്ട്. അപ്പോൾ ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ ഇവരുടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വൈഡ് റേഞ്ചിലേക്ക് മോഡിഫൈ ചെയ്യാം. നമുക്ക് ഷണ്ടുകളും മൾട്ടിപ്ലയറും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈഡ് റേഞ്ച് മോഡിഫിക്കേഷൻ ക്യാൻ ബി ഡൺ. ഓക്കെ, വൈഡ് റേഞ്ച് മോഡിഫിക്കേഷൻ ക്യാൻ ബി ഡൺ. ഏതിൻ്റെ കേസിൽ? നമ്മുടെ കറണ്ട് ഓർ വോൾട്ടേജിൻ്റെ കേസിൽ ഹൈ റേഞ്ച് മോഡിഫിക്കേഷൻ, വൈഡ് റേഞ്ച് മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. അതിന് നമ്മൾ ഷണ്ട് റെസിസ്റ്ററുകളൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ദേ ആർ ഹാവിങ് നോ ഹിസ്റ്ററിസിസ് ലോസ്. ഓക്കെ, ഹിസ്റ്ററിസിസ് ലോസ് ഇല്ല.
ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് നോട്ട് ചെയ്യണം. അവർക്ക് ഹിസ്റ്ററിസ് ലോസ് ഇല്ല. അതുപോലെ തന്നെ ഇവർക്കുള്ള ദേ ആർ ഹാവിങ് വെരി എഫിഷ്യൻറ്റ് എഡ്ഡി കറണ്ട് ഡാമ്പിങ്. ഓക്കെ, അതൊരു പോയിൻ്റായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. അതുപോലെ തന്നെ നോട്ട് എഫക്റ്റഡ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. കാരണം നമ്മളവിടെ പൂർണ്ണമായിട്ടും മാഗ്നറ്റിക് ഫീൽഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ സ്ട്രോങ് ആണ്. സോ നോട്ട് എഫക്റ്റഡ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത് നമുക്കത് നോട്ട് ചെയ്ത് കൊണ്ടുവെക്കാം. അപ്പോൾ അതാണ്, അത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഈ അഡ്വാൻറ്റേജസിൽ മേജറായിട്ട് പറയാനുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇതിനടുത്തത് ഡിസഡ്വാൻറ്റേജുകളാണ്. ഡിസഡ്വാൻറ്റേജസിൽ എന്തൊക്കെ പോയിൻറ്റുകൾ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെലിക്കേറ്റ് കൺസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പം കുറേ പാർട്സൊക്കെ ഇതിന് വേണം. കുറേ നിങ്ങൾ ഫിഗറിൽ കാണുന്ന ഒരുപാട് പാർട്സ് ഒക്കെ ആവശ്യമുണ്ട്. സോ ഒന്നാമത്തെ പോയിന്റ് ഡെലിക്കേറ്റ് കൺസ്ട്രക്ഷനാണ്. ഡെലിക്കേറ്റ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയർ ആയിരിക്കും കേട്ടോ. കുറച്ചും കൂടി കോസ്റ്റ്ലിയർ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഏജിങ് ഒക്കർ ചെയ്യാം. ഏജിങ് ഒക്കേഴ്സ് ഇൻ സ്പ്രിങ്സ്. ഓക്കെ, ഏജിങ് ഒക്കർ ചെയ്യാം. അപ്പോൾ ഏജിങ് ഒക്കർ ചെയ്തുകൊണ്ട് തന്നെ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എറേഴ്സ് ഡ്യൂ ടു ഏജിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇവരെ നമുക്ക് എവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? DC ഓൺലിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമുക്കവിടെ നോട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞിവിടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് നിങ്ങളെ PMMC നമുക്ക് PMMCs ക്യാൻ ബി യൂസ്ഡ് ആസ് നമുക്ക് അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അമ്മീറ്റർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോ റെസിസ്റ്റൻസ് ഷണ്ട്. ലോ റെസിസ്റ്റൻസ് ഷണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അമ്മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, വോൾട്ട് മീറ്റർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹൈ സീരീസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു ഹൈ സീരീസ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ലോ റെസിസ്റ്റൻസ് ഷണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ അമ്മീറ്റർ. ക്ലിയർ? അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കവിടെ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ അപ്ലിക്കേഷനുകളാണ്. എവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് എവിടെയൊക്കെ കണ്ടെത്താം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻസിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് AC ഗാലനോമീറ്ററുകളിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ AC ഗാലനോമീറ്റേഴ്സ്. എന്തിനാണെന്ന് വെച്ചാൽ ഫോർ ഡിറ്റക്റ്റിംഗ് സ്മോൾ DC കറൻറ്റ്സ്. ഓക്കെ, സ്മോൾ DC കറൻറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടി AC ഗാലനോമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സ്മോൾ കറൻറ്റ്സ് യൂസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ലോ പവർ കൺസംഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടുത്തെ കൺട്രോൾ സ്പ്രിങ്ങുകളെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് അങ്ങനെ കൺട്രോൾ സ്പ്രിങ്ങുകളെ ബൈ എലിമിനേറ്റിംഗ് കൺട്രോൾ സ്പ്രിങ്സ് കൺട്രോൾ സ്പ്രിങ്സ് ഈ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് മീറ്ററുകളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലക്സ് മീറ്റേഴ്സ്. ഓക്കെ, ഫ്ലക്സ് മീറ്റേഴ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോൾ സ്പ്രിങ്ങുകൾ നമ്മൾ ലാർജ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൽ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലിസ്റ്റിക് ഗാലനോമീറ്ററിലും ഇവരെന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകൾ അതുപോലെ തന്നെ കുറച്ച് അപ്ലിക്കേഷൻസും ഉള്ളവരാണ് ഈ പറയുന്ന PMMC ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലിയർ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് സ്ഥിരമായിട്ട്
പരീക്ഷയ്ക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോവുക. അത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നോട്ട് ചെയ്യേണ്ടി വരും. ദെൻ നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 പോയിൻറ്റ്സ് നമ്മൾ BMMCയിൽ നോക്കേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ്. നമുക്ക് ചെറിയ അനാലിസിസ് നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് നടത്തണം. സോ ഇവിടെ നമ്മൾ റയറായിട്ട് 2-3 കൺസെപ്റ്റുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു സിംഗിൾ ഫേസ് ഒരു 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ് നിങ്ങളുടെ സാധാരണ PMMCയുടെ മീറ്റർ എന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളൊരു 300 വോൾട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, യു ആർ അപ്ലൈങ് 300 വോൾട്ട്. അപ്പോൾ നിങ്ങളുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ത് റീഡിങ് തരും എന്നൊരു ചോദ്യം ചോദിക്കാം. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ, നിങ്ങളെ സപ്ലൈ വോൾട്ടേജിനേക്കാൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, കാരണം 300 വോൾട്ട് എന്ന് വെച്ചാൽ 230-നെക്കാട്ടിയും കൂടുതലാണ് അല്ലേ. അപ്പം ഒരു ഹൈ ഫ്രീക്വൻസി AC സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു വാട്ട് വിൽ ഹാപ്പൻ ഈസ്, നിങ്ങളൊരു ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 0 ഫൈനൽ വാല്യൂയിലേക്ക് പോകും. അതുപോലെ തന്നെ ഫൈനൽ വാല്യൂ 0ലേക്ക് വരും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ തിരിച്ച് നടക്കും. ഓക്കെ, തിരിച്ച് നടക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ കറണ്ട് റിവേഴ്സ് ആവും. അങ്ങനെ നിങ്ങളുടെ പോയിൻ്റർ 0-നേക്കാൾ താഴെ ആവുക ചെയ്യുക. ഓക്കെ, അപ്പം 0-നേക്കാൾ താഴെ ആയാലും നമുക്ക് എന്ത് ചെയ്യുക, 0 റീഡിങ് വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഇനർഷ്യ കാരണം നിങ്ങളുടെ പോയിൻ്റർ 0 പൊസിഷനിലെത്തിയിട്ട് അവിടെ വൈബ്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരു 300 വോൾട്ടിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങളുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് റീഡ് ചെയ്യുക വെച്ചാൽ, ഇറ്റ് വിൽ ബി റീഡിങ് 0 വോൾട്ട്സ്. ഓക്കെ, 0 വോൾട്ടാണ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് പകരം നിങ്ങളൊരു 1 ഹെഡ്സ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ഹൈ ഫ്രീക്വൻസി AC സപ്ലൈ ആണ് കൊടുത്തത്. അതായത് 50 ഹെഡ്സ് എന്നുള്ള ലെവലിൽ ഓർത്താൽ മതി. ഓക്കെ, 50 ഹെഡ്സ് 300 വോൾട്ട് എന്ന് വിചാരിക്കേണ്ട, ഒരു 50 ഹെഡ്സ് ഹൈ ഫ്രീക്വൻസി എന്ന് ഉപയോഗിച്ചോ. പിന്നെ ഹൈ ഫ്രീക്വൻസിയാണ് നിങ്ങൾ വോൾട്ട് മീറ്ററിൽ കൊടുക്കുന്നതെങ്കിൽ, PMMC കൊടുക്കുന്നത് 0 വോൾട്ടും. നിങ്ങളൊരു 1 ഹെഡ്സ്, അതായത് 1 ഹെഡ്സ് എന്ന് വെച്ചാൽ ഒരു ലോ ഫ്രീക്വൻസി AC സപ്ലൈ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, വാട്ട് വിൽ ബി ഹാപ്പൻസ് ഈസ് ദ പോയിൻ്റർ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ 0 ആൻഡ് the final reading continuously. ഓക്കെ, 0-ൻ്റെയും ഫൈനൽ റീഡിങ്ങിൻ്റെ ഇടയിൽ പോയിൻ്റർ ഓസിലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഹൈ ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ 0 വോൾട്ട്, 1 ഹെഡ്സ് ആണ് കൊടുക്കുന്നത്. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ പോയിൻ്റർ 0-ൻ്റെയും ഫൈനൽ റീഡിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് നിൽക്കും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ വേറൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഇഫ് സപ്പോസ് നിങ്ങളുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്, നിങ്ങളെ ലോഡിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഫിനോമിന, അതുപോലെ തന്നെ അത് എന്തായിട്ട് ബിഹേവ് ചെയ്യും എന്നോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മൂവിങ് കോയിൽ സീരീസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ തീറ്റ വിൽ ബി പ്രൊപ്പോർഷണൽ ടു യുവർ കറണ്ട്. ലോഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് തീറ്റ പ്രൊപ്പോർഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വർക്ക്സ് ആസ് ആൻ അമ്മീറ്റർ. ഒരു അമ്മീറ്റർ പോലെ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇഫ് ദ മൂവിങ് കോയിൽ ഈസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡിന് അക്രോസ്, അതായത് പാരലൽ പോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ഹാപ്പൻ. അങ്ങനെ ലോഡിന് അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ലോഡിനെ അക്രോസ് കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ കറണ്ട് മീറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ മീറ്ററിൻ്റെ അക്രോസ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഡിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ വിൽ ബി പ്രപ്പോർഷൻ ടു ദ ടെർമിനൽസ് ഓഫ് ദ മീറ്റർ. ഓക്കെ, അതായത് അവിടുത്തെ പൊട്ടൻഷ്യലിന് പ്രപ്പോർഷനാണ്. ഓക്കെ, സോ ദ ഡിഫ്ലക്ഷൻ വിൽ ബി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 ടെർമിനൽസ് ഓഫ് ദ മീറ്റർ. മീറ്ററിൻ്റെ 2 ടെർമിനൽസിന് എന്താണ്, പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, മീറ്ററിന് 2 ടെർമിനൽ ഉണ്ടാവുമല്ലോ ലോഡിൽ,
അവർക്ക് എന്തായിരിക്കും അത് പ്രൊപ്പോർഷണലായിരിക്കും ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുന്നത്. സോ തീറ്റ പ്രൊപ്പോർഷണൽ ടു വി. ഓക്കെ, അങ്ങനെ തീറ്റ പ്രൊപ്പോർഷണൽ ടു വി ആകുമ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വർക്ക്സ് ആസ് എ വോൾട്ട് മീറ്റർ. കാരണം അവിടുത്തെ ടെർമിനൽസിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ വോൾട്ട് മീറ്ററിന് എന്താണ് പ്രൊപ്പോർഷണലാണ്. ക്ലിയർ? അപ്പോൾ അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ വോൾട്ടേജും കറണ്ടും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഇനി അടുത്തൊരു ചോദ്യം ഇതിൽ ചോദിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഏത് വാല്യൂസ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദിക്കും. ഓക്കെ, സോ ഇറ്റ് മെഷേഴ്സ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ ആവറേജ് വാല്യൂസ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇതൊരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് വരാം. അതായത് നിങ്ങളുടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് റീഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണോ, പീക്ക് വാല്യൂ ആണോ, ആവറേജ് വാല്യൂ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ മീറ്റേഴ്സ് റീഡ് ചെയ്യുന്ന എന്ത് വാല്യൂ ആണ്? ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, സോ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് റീഡ് യുവർ ആവറേജ് വാല്യൂ. ഓക്കെ, അതും ഒരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പോൾ സപ്പോസ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രീമെംസിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ PMMCയിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് PMMCയിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് വിൽ ബി IM/π. ഇനി ഇതുപോലെ തന്നെ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്, ഇഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫുൾ വേവ് റെക്ടിഫയർ ഈസ് പാസ് ത്രൂ PMMCയിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ I average will be equal to 2IM/π. ക്ലിയർ? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2IM/π. അങ്ങനെ നമുക്കെന്ത് ചെയ്യാം? നമുക്ക് അവരെ അനലൈസ് ചെയ്യാം. ക്ലിയർ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് എക്സാംസിൽ ചോദിച്ച് കാണുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവണം. അത് നിങ്ങളെ റിയലി ഹെൽപ്പ് ചെയ്യും. എക്സാംസിന് അത് റിയലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് കൊണ്ടുപോകാം. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇനി അടുത്തത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റുമായി. ഇനി ആ റേഞ്ച് എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതായത് അമ്മീറ്ററായിട്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ മാത്രം മതി, അല്ലെങ്കിൽ ഫോർമുല മാത്രം മതി. അതെങ്ങനെയാണ് റേഞ്ച് എക്സ്റ്റൻഷൻ വേണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു അമ്മീറ്ററായിട്ടും വോൾട്ട് മീറ്ററായിട്ടും നമുക്ക് റേഞ്ചിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ആ റേഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഫസ്റ്റ് വൺ ആസ് അമ്മീറ്ററായിട്ടുള്ള എക്സ്റ്റൻഷനിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അമ്മീറ്ററായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അമ്മീറ്ററായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോ റെസിസ്റ്റൻസ് ഷണ്ട്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ഷണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ചോദ്യമായിട്ട് വരാം. അപ്പോൾ ഈ ഷണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ പാത്ത് അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു എക്സ്ട്രാ കറണ്ട് പാസ് ചെയ്യാനുള്ള കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റുകൾ ഷണ്ട് ചെയ്താലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് കറണ്ടുകൾ നിങ്ങളെ സാധാരണ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ടുകളേക്കാൾ കൂടുതൽ കറണ്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നിങ്ങൾ ഷണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ജനറലി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിഗറൊക്കെ വരുന്നത്. അതായത് നിങ്ങളൊരു മീറ്റർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പാരലായിട്ട്, അതാണ് ഷണ്ട് ചെയ്തിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മീറ്ററിൻ്റെ റെസിസ്റ്റെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഷണ്ട്. ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നിങ്ങളുടെ മീറ്റർ കറണ്ടും ഇതിലൂടെ അതിൻ്റെ ബാക്കി കറണ്ട്, ദാറ്റ് ഈസ് I മീറ്റർ. അത് നിങ്ങൾ ഷണ്ട് കറണ്ട് എന്നുള്ള ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, I ഷണ്ട്. ക്ലിയർ? അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടുത്തെ ഈ RM എന്ന് പറഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ്, S എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ്, IM എന്ന് പറഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ല മീറ്റർ കറണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്നുള്ള ലെവലിലും പറയാം. ഓക്കെ, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട്, നിങ്ങൾ മെഷർ ചെയ്യേണ്ട ലൈൻ കറണ്ട്. ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷണ്ട് കറണ്ട്. ക്ലിയർ? ഇതിൽ നമ്മളൊരു പുതിയൊരു ഫാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ദ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് വിത്ത് ഷണ്ടാണ്.
ഓക്കെ, മാക്സിമം കറണ്ട് വിത്ത് ഷണ്ട്, മാക്സിമം കറണ്ട് വിത്ത് ഷണ്ട് ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്, മാക്സിമം കറണ്ട് വിത്ത് ഷണ്ട് divided by full scale reflection current without shunt, and that is equal to the multiplying factor, okay, ഷണ്ടിൻ്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാറുണ്ട്, അത് ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് വരുന്നതുമാണ്. നമ്മളതിൻ്റെ ഒരു അനാലിസിസ് നടത്തുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ്, നിങ്ങളുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്റർ ഉണ്ടല്ലോ, അതായത് ഇവിടെ ശരിക്കും ഇവിടെ ഒരു അമ്മീറ്ററാണ്, ഇതൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അമ്മീറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതൊരു അമ്മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഈ ഷണ്ടിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആയിരിക്കില്ലേ, കാരണം എന്തായാലും ഒരു പാരലൽ കണക്ഷൻ അല്ലേ. അപ്പോൾ പാരലൽ കണക്ഷൻ ആകുമ്പോൾ എന്ത് സെയിം ആണ്, വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ മീറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഷണ്ടിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആണ്. അപ്പം വോൾട്ടേജ് അക്രോസ് ദ മീറ്റർ ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ ഷണ്ട്. വോൾട്ടേജ് അക്രോസ് ദ മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് IM ഇൻറ്റു RM, V is equal to IR. വോൾട്ടേജ് അക്രോസ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് S ഇൻറ്റു I ഷണ്ട്. I ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, I മൈനസ് IM ആണ്. സോ IM RM, സോ ദാറ്റ് ഷണ്ട് റെസിസ്റ്റൻസ് IS ഈക്വൽ ടു IM RM ഡിവൈഡഡ് ബൈ I മൈനസ് IM. ഇതിൻ്റെ അകത്ത് നമുക്ക് I ബൈ IM കിട്ടും. I ബൈ IM എന്ന് പറഞ്ഞിട്ട് വിൽ ബി 1 പ്ലസ് RM ബൈ S. ക്ലിയർ, 1 പ്ലസ് RM ബൈ S. ഈ ഒരു ഫാക്ടർ 1 പ്ലസ് RM ബൈ എസിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈയിങ് പവർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈയിങ് പവർ ദാറ്റ് ഈസ് ഈക്വൽ നമ്മുടെ മാക്സിമം കറണ്ട് വിത്ത് ഷണ്ട് ഉപയോഗിക്കാനുള്ള മാക്സിമം കറണ്ട് ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട്, അതാണ് IM. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൾട്ടിപ്ലൈ പറഞ്ഞാൽ ഒന്നെങ്കിൽ I ബൈ IM എന്ന് എഴുതാം, ആൻഡ് ദാറ്റ് I ബൈ IM ഈസ് ഈക്വൽ ടു 1 പ്ലസ് RM ബൈ S. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ലോവർ ദ ഷണ്ട് റെസിസ്റ്റൻസ്, നിങ്ങൾ ഷണ്ട് റെസിസ്റ്റൻസ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മൾട്ടിപ്ലൈയിങ് പവർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, മൾട്ടിപ്ലൈയിങ് പവർ ഇൻക്രീസസ്, അതൊരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, ഷണ്ട് റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൾട്ടിപ്ലൈയിങ് പവർ എന്ത് ചെയ്യാം, കൂടാം. സോ അതൊന്ന് അനലൈസ് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് PMMC നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വോൾട്ട് മീറ്റർ, ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വോൾട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഈസ് കണക്റ്റഡ്. ക്ലിയർ. അപ്പോൾ ഇവിടെ ഒരു വോൾട്ട് മീറ്ററിനെ നമ്മൾ പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കും. വോൾട്ട് മീറ്ററിന് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഹൈ റെസിസ്റ്റൻസ് ആണ് ജനറലി 6 എന്നുള്ള ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ടോട്ടൽ വോൾട്ടേജ് V ഉണ്ടാവും. ഇതിൻ്റെ അക്രോസ്, വോൾട്ട് മീറ്ററിൻ്റെ അക്രോസ് V ഉണ്ടെങ്കിൽ അതൊരു സ്മോൾ v ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ സ്മോൾ v ആണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉള്ള ഈ ഒരു റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ V മൈനസ് സ്മോൾ v. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം കാര്യം തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് ഈ R ആണ് നിങ്ങൾ ഈ പറയുന്ന സീരീസ് റെസിസ്റ്റൻസ്. നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന സീരീസ് റെസിസ്റ്റൻസ് ഈ R ആണ്. ദാറ്റ് R ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ V മൈനസ് സ്മോൾ v ഡിവൈഡഡ് ബൈ IM. മീറ്ററിലുള്ള കറണ്ടും ഇതിലുള്ള ഈ റെസിസ്റ്റർ ഹൈ റെസിസ്റ്ററിലുള്ള കറണ്ടൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ, കാരണം സീരീസ് ആണ് കണക്ഷൻ. അപ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. സോ R ഇൻറ്റു IM ഈസ് ഈക്വൽ ടു V മൈനസ് V. രണ്ട് സൈഡിൽ നമ്മൾ V കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് R ഇൻറ്റു IM ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു V ബൈ V മൈനസ് 1. ആൻഡ് നമ്മൾ കുറച്ചും കൂടി അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ആസ് V ബൈ V ഈസ് ഈക്വൽ ടു 1 പ്ലസ് R ബൈ R. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഈ 1 പ്ലസ് R ബൈ RM ആണ് നിങ്ങളുടെ വോൾട്ടേജ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. നമ്മൾ നേരത്തെ മൾട്ടിപ്ലൈയിങ് പവർ എന്ന് അവിടെ വിളിച്ച പോലെ ഇവിടുത്തെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് R ബൈ RM ആണ്. ക്ലിയർ. അപ്പം
നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആറിനെ കൂട്ടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി പോവാം. ക്ലിയർ? അപ്പോൾ നേരത്തെ ഷണ്ടിനെ കണക്ട് ചെയ്ത് ഷണ്ടിനെ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മൾട്ടിപ്ലൈ പവർ കൂട്ടുമെങ്കിൽ ഇവിടെ നിങ്ങളുടെ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈയിങ് പവർ ഈ മൊത്തം ടേം എന്ത് ചെയ്യാം, കൂട്ടാം. അങ്ങനെ നിങ്ങൾക്ക് റേഞ്ച് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മളിവിടുത്തെ അനാലിസിസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 അനാലിസിസാണ് നടത്തിയത്. ഇനി നമുക്ക് ഇതിൻ്റെ എറർ പഠിക്കാനുണ്ട്. എറർ ഞാൻ നമ്മുടെ മൂവിങ് അയണൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എററുകൾ അനലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ജനറലി എററുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്ട്രുമെൻ്റ് അനാലിസിസ് ജനറലി ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ്. സോ ഇറ്റ് ഈസ് എ മസ്റ്റ് സ്റ്റഡി ഏരിയ. ഓക്കെ, മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. മെഷർമെൻറ്റ്സിൻ്റെ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.